എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സ്റ്റാച്യൂവിൽ പോകണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നേ. ഇന്നിപ്പം രാവിലെ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാച്യൂവിലേക്ക് പുലർച്ചെ 5 എത്രയൊക്കെയോ ഒരു ട്രെയിനുണ്ട്. പിന്നെ ഉച്ചയ്ക്കൊക്കെ ശേഷമാണ് കേട്ടോ ട്രെയിനുള്ളത്. അങ്ങനെ ഞങ്ങൾ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് 5:30 ട്രെയിനിന് പോകാമെന്നൊക്കെ വിചാരിച്ചായിരുന്നേ. പക്ഷേ എങ്കിൽ ഞങ്ങളോടത്ത് ഉറങ്ങിപ്പോയി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു 9 മണിക്ക് വേറൊരു ട്രെയിൻ ഉണ്ട് ഇത്. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്താ വേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞങ്ങൾ ഇനി ഗുജറാത്തിൽ 1 മാസം കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടത്തേക്ക് സ്റ്റാച്യു കാണാൻ വേണ്ടി പോവാൻ വിചാരിച്ചു. ഇനി എന്തായാലും ലൈഫിൽ ഒരിക്കലും ഗുജറാത്തിലേക്ക് വരുന്നൊന്നും തോന്നുന്നില്ല. പോസ്റ്റിങ്ങിന് ഇങ്ങോട്ട് ഇവിടെ എന്തായാലും കട്ട് ചെയ്തല്ലോ. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്കൊന്നും കിട്ടുമായിരിക്കില്ല, ഒരു 90% എന്തായാലും കിട്ടില്ല. അപ്പം വിചാരിച്ചു ഇവിടെ നമുക്ക് അടുത്ത ഒരു 2 മണിക്കൂർ ദൂരത്താണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉള്ളത്. അപ്പോൾ വിചാരിച്ചു അവിടെ പോയിട്ട് അത് കാണാമെന്ന്. അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വഡോദര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വഡോദര കൂടെ തന്നെയാണെന്ന് തോന്നുന്നു. ഈ ഒരു കേവഡിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉള്ളത്. അങ്ങോട്ടേക്ക് പോവുക ഈ ഒരു വഡോദര കൂടെ തന്നെയാണെന്ന് തോന്നണം കേട്ടോ. അപ്പം ഈ ഒരു വഡോദര എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ട്രെയിൻ ഉണ്ട്, ബസ്സും ഉണ്ട്. ട്രെയിൻ വരുന്നത് 5:30 കേട്ടോ. പിന്നെ ട്രെയിന് ഇല്ലയെന്ന് തോന്നുന്നു, പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ളത്. അങ്ങനെ 5:30 ട്രെയിൻ കഴിഞ്ഞാൽ 9 മണിക്ക് ട്രെയിൻ ഉണ്ട് എന്ന് ഏട്ടൻ പറഞ്ഞത് തെറ്റിപ്പോയി. 9 മണിക്ക് ട്രെയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയതല്ലേ, എന്തായാലും പോവാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടേക്കൊരു വണ്ടി വിളിച്ച് പോവാണ് കേട്ടോ. എന്ത് വണ്ടി അത്, എന്തോ ഒരു വണ്ടി, ഒരു ഹാനക്കോ പോലത്തെ അതിൽ പോവാണ് കേട്ടോ. അതിൽ 1500 രൂപയാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. നമ്മൾ കുറേ പേരുണ്ടെങ്കിൽ 1500 രൂപയ്ക്ക് നമ്മൾ പോകുന്നതിനെ കൊണ്ട് നഷ്ടം വരില്ല. കാരണം 1500 രൂപയ്ക്ക് ഈ ഒരു വണ്ടീൻ്റെ അകത്ത് അത്യാവശ്യം ഒരു 8 പേരെങ്കിലും കൊള്ളും. അപ്പോൾ നമ്മൾ ടീമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ 1500 രൂപ കുഴപ്പമില്ല. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പം 1500 രൂപ കുറച്ച് വലിയ പൈസ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു വണ്ടീൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് 2 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക്, കേവഡിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്. ഏട്ടൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റിനൊക്കെ പൈസ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ 30 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഒരു ബസ്സുണ്ട്. പ്രൈവറ്റായിട്ട് ഇങ്ങനെ പോകുന്ന ബസ്സല്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ബസ്സാണ് കേട്ടോ. ഈ ഒരു ബസ് മാത്രമാണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ അടുത്തേക്കായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് കൈ കഴുകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ വീട്ടിലുള്ള പൈപ്പൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെതാ കാണുന്നതാണ് ബസ്. അങ്ങനെ ഞങ്ങൾക്ക് ഓൾറെഡി ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ടിക്കറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞങ്ങൾക്ക് പോയിട്ട് ടിക്കറ്റൊന്നും എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഏറ്റവും മുകളിലുള്ള വ്യൂ കയറിയിട്ട് കാണണമെങ്കിൽ കുട്ടികൾക്ക് 200 രൂപയും വലിയവർക്ക് 350 രൂപയാണ് കേട്ടോ. താഴെ തന്നെ നിൽക്കുകയാണെങ്കിൽ ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ഹെലികോപ്റ്ററിൽ കയറിയിട്ട് ഇതിൻ്റെ ഫുൾ വ്യൂ ഏറ്റവും അങ്ങനെ കുറച്ച് നേരം ഫ്ലൈ ചെയ്തിട്ട് കാണുന്നുണ്ടെങ്കിലും 300 രൂപ എങ്ങാണ്ടാണ്. പിന്നെ ഈ ഒരു നർമ്മദ നദിയിലൂടെ നമുക്ക് ഒരു ബോട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ 200 രൂപയാണ് കേട്ടോ. ഞങ്ങൾ അതൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ലേറ്റ് ആയതിനെക്കൊണ്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വെയിലൊക്കെ ഉള്ള സമയത്ത് വന്നാൽ നമ്മൾ നല്ലോണം തളർന്നു പോകും. പ്രത്യേകിച്ച് രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, നെച്ചോറുള്ള ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അല്ലെങ്കിൽ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെയിലും ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്കിത് കാണണം എന്നോ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ബസ്സിൽ കയറിയിട്ടുണ്ട്. എനിക്കിത് കാണണമെന്ന് ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് പാവഗഡിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഞങ്ങൾ PSC പഠിക്കുമ്പോൾ കുറേ ഒരു സ്റ്റാച്യുവിനെ പറ്റിയിട്ട് പഠിച്ചത്. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലും ഈ ഒരു ഉരുക്കു മനുഷ്യൻ്റെ ഉരുക്കു പ്രതിമ കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹം ഇന്ന് എല്ലാം കൂടെ നിറവേറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബസ് AC ബസ്സാണ്, അതുകൊണ്ട് വലിയ ചൂടും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഈ ഒരു ബസ്സിൽ കുറച്ച് സമയം നമ്മൾ ഇരിക്കണം കേട്ടോ ഈ ഒരു സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് പോകുന്നവരുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. പിന്നെ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇവിടുത്തെ ഓരോരോ സ്ഥലങ്ങളും. കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പം ഏട്ടൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തതും ഇപ്പം ഞങ്ങൾ തൊട്ടടുത്ത കൊട്ടസിൽ നിന്ന് പോയിട്ടുള്ളവരൊക്കെ ഒത്തിരി പേര് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റിന് 2 പേർക്കും കൂടെ 300 രൂപയായിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 350 രൂപ കൊടുക്കണം ഒരാൾക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് 300 രൂപയായിട്ടുള്ളൂ 2 പേർക്കും കൂടെ. അങ്ങനെ
പിന്നെ ഇതിനകത്ത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനത്തിൽ ഉള്ളിലേക്ക് പോകാമോ എന്ന് എനിക്കറിയില്ല. അവിടെ ഈ ഒരു ബസ്സാണ് കണ്ടത്. പിന്നെ ഒത്തിരി ദൂരെ നിന്നൊക്കെ വരുന്നവർ ഒക്കെ പോകാൻ പറ്റും തോന്നുന്നു. അതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും വഡോദര ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. വഡോദരയിൽ നിന്ന് ബസ് രാവിലെ 8 മണിക്ക് ശേഷം ഈ ഒരു ഇങ്ങോട്ടേക്ക് ബസ്സില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് ബസ്സുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് കേവടിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ ഏകദേശം ഇവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. നർമ്മദാ നദീനെക്കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നർമ്മദാ നദിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നർമ്മദാ നദിയൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്താറായിട്ടുണ്ടേ. അത്യാവശ്യം തണുപ്പുണ്ട്. പിന്നെ ഇപ്പം തണുപ്പൊക്കെ കുറവ്, ഫെബ്രുവരി ആയില്ലേ തണുപ്പ്. അതാ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ ഒരു സ്റ്റാച്യു കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുക്കു മനുഷ്യൻ്റെ ഒരുക്കു പ്രതിമ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരിക്കലും എൻ്റെ ലൈഫിലൊരിക്കലും ഞാനിത് പണ്ടത് പഠിക്കുന്ന സമയത്ത് ഞാനിതൊരിക്കലും എനിക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ കണ്ടിട്ടുണ്ട്. നല്ല ഉയരമുണ്ട് കേട്ടോ. നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്നതിനെക്കാട്ടൊക്കെ നല്ല വലുപ്പത്തിലാണ് കേട്ടോ അതുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയാണല്ലോ. 182 അടിയായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉയരം വരുന്നത്. പക്ഷേങ്കിൽ നല്ല വലിപ്പമുണ്ട്. എനിക്ക് നല്ല വലിപ്പമുള്ളതായിട്ടാണ് തോന്നിയത്. പക്ഷേങ്കിൽ ഒത്തിരി പേര് ഞാൻ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരൊക്കെ പറയുന്നത് എത്ര വലിയ വലിപ്പം നമുക്ക് അടുത്തെത്തിയാൽ തോന്നൂല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് തോന്നിയത്, എന്നെ സംബന്ധിച്ച് തോന്നിയത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ കാത്തിട്ട് ഏട്ടൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നെച്ചുവിന് വേണ്ടി ചോക്ലേറ്റും അതേപോലെ തന്നെ വെള്ളവും ഒക്കെ അവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ബാഗൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ലോണം ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ വിടുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ബസ് നിർത്തും. ബസ് നിർത്തിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, ബസ് നിർത്തി കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു 400 മീറ്ററിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. അത് നമുക്ക് കാലൊന്നും വയ്യെങ്കിൽ നടന്നൊന്നും പോകേണ്ട. എസ്കലേറ്റർ ഉണ്ട്. പിന്നെ നല്ല വയസ്സായവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വെഹിക്കിളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ നിറയെ സാധനങ്ങൾ വെക്കുന്ന ഓരോരുത്തരുണ്ട് കേട്ടോ. കണ്ണടിയുണ്ട്, ക്യാപ്പുണ്ട്, അതേപോലെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഇരുമ്പമ്പുളി പോലത്തെ എന്തോ ഒരു പുളിയുള്ള സാധനമുണ്ട്, പേരക്കയുണ്ട്, മാങ്ങയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു പുളി പോലത്തെ ഒരു സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു നട്ടപ്പൊരു വെയിലതിനെ കൊണ്ടൊരു കണ്ണട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനൊരു ക്യാപ്പും നച്ചുവിനൊരു ക്യാപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്പിന് ആ വലിയ ക്യാപ്പിന് 150 രൂപയാണ്. നച്ചുവിന് വാങ്ങിച്ച ക്യാപ്പിന് 100 രൂപയാണ്. കണ്ണടയ്ക്ക് വലിയവരെ കണ്ണടയ്ക്ക് 100 രൂപയും ചെറിയവരുടെ കണ്ണടയ്ക്ക് 50 രൂപയാണ് കേട്ടോ. അല്ലെങ്കിൽ കണ്ണടയും ക്യാപ്പും ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു വെയിലത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടയർഡായി പോവും. അതുകൊണ്ട് ഈ 2 സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ഇതാ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആളുണ്ടായിരുന്നേ. അവരോടൊക്കെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോവുക കേട്ടോ. അവിടെ നിന്നാണ് ചെക്കിങ് നടക്കാൻ. നമ്മളെ ബാഗൊക്കെ നല്ല രീതിക്ക് തന്നെ ചെക്ക് ചെയ്യും. ഫുൾ ചെക്കിങ് എന്ന് തന്നെ പറയാം. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ വേറെയും ജെൻസിന് വേറെയും ലേഡീസിന് വേറെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ ഏട്ടനെ കാത്തിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ചെക്കിങ്, എൻ്റെ കയ്യിൽ ബാഗൊന്നും ഉണ്ടായിരുന്നില്ല, ബാഗ് ഏട്ടൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അത് പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഒരു സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഏട്ടൻ വരുന്നവരെ ഞാൻ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് കേട്ടോ. ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവർ ഞങ്ങളെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കി തരുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഏജ് ആയവർക്ക് പോകാൻ വേണ്ടിയിട്ടൊരു വെഹിക്കിളുണ്ട്. ഞങ്ങൾ അതിൽ കയറ്റി തന്നിട്ട് പറഞ്ഞു അതിൽ പോയിക്കോ. എന്നിട്ട് അതിൻ്റെ ഡ്രൈവർ എടുത്ത് പറഞ്ഞു അതെൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ അതിൽ കയറ്റി വിട്ടു കേട്ടോ. അപ്പോൾ ആ ഒരു വെഹിക്കിളിൻ്റെ അകത്താണ് ഞങ്ങൾ ഈ ഒരു സ്റ്റാച്യൂവിൻ്റെ അടുത്ത് വരെ പോയത്. ഇവിടെ നിന്ന് ഒരു 400 മീറ്ററിൻ്റെ അടുക്കെ ഉണ്ടാവും കേട്ടോ ഒരു സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക്. പിന്നെ ഇത് സ്കൂളിൽ കുട്ടികൾ ടൂർ പോകുന്ന ആ ഒരു ടൈമൊക്കെ അതിനെക്കൊണ്ട് സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടൂർ വന്നിട്ടുണ്ടായിരുന്നു, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നേ. ഈ ഒരു വഡോദര നമ്മൾ ഈ ഒരു കേവടിയ സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ജംഗൽ സഫാരി നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു സൂ ഉണ്ട്. പിന്നെ ഒരു പെറ്റ് സ്റ്റേഷൻ ഉണ്ട്. പിന്നെ ഒരു ഫ്ലവേഴ്സ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആയിട്ട് വരിക കേട്ടോ. ഒരു ദിവസം കണ്ടതൊക്കെ കാണാൻ പറ്റുമോ എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളിത് ആ സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക്
എത്താറായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇതൊരു വലിയൊരു സംഭവത്തിൻ്റെ മുകളിലായിട്ടാണ് ഉള്ളത്. അതിൻ്റെ മുകളിലേക്ക് കയറാനും നമുക്ക് എസ്കലേറ്റർ ഉണ്ട്. പിന്നെ ഈ ഒരു വെഹിക്കിൾ പോകുന്നില്ലേ, ഇതേ രീതിക്ക് അപ്പുറത്തെ സൈഡിലും എസ്കലേറ്റർ ഉണ്ട് കേട്ടോ. നമുക്ക് നടന്ന് പോകേണ്ട കാര്യമില്ല, അതുകൊണ്ട് കാലൊന്നും വലിയ കുഴപ്പം വരില്ല കേട്ടോ. പക്ഷേ വെയിലത്ത് വന്നതിനെ കൊണ്ട് വെയിൽ നമുക്ക് താങ്ങാൻ വേണ്ടി പറ്റത്തില്ല. ഒരു ജനുവരിയിലൊക്കെ ഫസ്റ്റൊക്കെ വരുവാണെങ്കിൽ തണുപ്പുള്ളതിനെ കൊണ്ട് ഈ ഒരു വെയിൽ അത്ര അറിയത്തില്ലായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു ടൈമിൽ വെയിൽ ഭയങ്കര ചൂട് തന്നെയുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ഇതാ സൈഡിലൊരു എക്സ്കലേറ്റർ ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകേണ്ടതിനെ കൊണ്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഉള്ളിൽ പോയിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്തതായിരുന്നു. ഇല്ല എങ്കിൽ ആ സൈഡിൽ ടിക്കറ്റ് എടുക്കുന്ന ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഉൾവശം. ഇനി ഇതിൻ്റെ അകത്തൊരു ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റിൽ കയറിയിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ പോയിട്ട് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ ഒരു തലയുടെ ഭാഗത്തായിട്ട് വരും തോന്നുന്നു. ആ ഒരു ഭാഗത്തായിട്ട് കയറിയിട്ട് നമുക്ക് പുറത്തെ വ്യൂ നർമ്മദ നദിയും ഡാമും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ നമ്മൾ ഇന്ത്യ ചരിത്രം ഇങ്ങനെ ഫോട്ടോ സഹിതം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇയറും അതേപോലെ തന്നെ ഓരോരോ സംഭവങ്ങളൊക്കെ ഗാന്ധിജീൻ്റെയും പിന്നെ ആരൊക്കെയോ ഫോട്ടോ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പട്ടേലിൻ്റെ പ്രതിമയാണല്ലോ. പക്ഷേങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്നത് 183 അടി ഉയരമുള്ള ഒരു ബുദ്ധ ഒരു പ്രതിമയാണ്. അതും കഴിഞ്ഞിട്ട് വരുന്നത് ഒരു ജപ്പാനിലെ ഒരു പ്രതിമയാണ് കേട്ടോ. അതൊക്കെ ക്ലിയർ ആയിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കിയത് ആരാണ്, ഇതിൻ്റെ ശില്പി ആരാണ്, ഇതിൻ്റെ ഇയറും എല്ലാം അവിടെ നോട്ട് ചെയ്ത് ഒരു വലിയൊരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ചു നോക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഫുൾ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഓരോ വിവരങ്ങളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് വായിച്ചു നോക്കുക ചെയ്യാം. പിന്നെ ഈ ഒരു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഫുൾ ജീവചരിത്രം ഇതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ സഹിതം ഒരു ടി വിയിൽ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സ്റ്റാച്ചു. പിന്നെ മൂന്നാമത്തെ, പിന്നെ നാലാമത്തെ, അങ്ങനെ ഏറ്റവും ഉയരം കൂടിയത് നമ്മുടെ ഈ ഒരു പട്ടേലിൻ്റെ സ്റ്റാച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ ലിഫ്റ്റിൻ്റെ അകത്താണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിതാ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ജനഹാല എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ ഇതിൻ്റെ ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു നർമ്മദ നദിയും ഡാമും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇതിൻ്റെ സൈഡിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ വേറൊരു ഭാഗത്തൊന്നും തന്നെയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഏകദേശം നല്ല രീതിക്ക് തന്നെ തളർന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനിതിൻ്റെ ഏറ്റവും മുകളിലാണ് കേട്ടോ നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റിവറിൽ ഒത്തിരി മുതലുണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾ കുറേ നേരം നോക്കിയൊന്നും ഒന്നിനെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി മുതലുണ്ട് എന്നൊക്കെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട്. പിന്നെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഭാര്യയും ഭർത്താവും കുട്ടി അങ്ങനെ വന്നവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഒറ്റയ്ക്ക് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോട്ടോ എടുത്ത് കൊടുത്തൊക്കെ ചെയ്തിട്ടോ. അങ്ങനെ ഞാനിതാ ഇവിടെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് ഈ ഒരു രീതിക്ക് വന്നാൽ മതി കേട്ടോ. വഡോദര ഇറങ്ങിയിട്ട് ബസ്സും ട്രെയിനും ഉണ്ട്. പക്ഷേങ്കിൽ എല്ലാ ടൈമിലും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു ബസ്സിൽ നമുക്ക് വണ്ടി വിളിച്ചിട്ട് വേണമെങ്കിൽ എപ്പം വേണമെങ്കിലും വരാം. അല്ലാണ്ട് ബസ്സും ട്രെയിനൊക്കെ ആണെങ്കിൽ ട്രെയിനിന് ഒരാൾക്ക് 180-300 രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് കേട്ടോ. ഒന്നും തന്നെയില്ല, ഒരു സൈഡിൽ മാത്രമാണ് ഇങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ ഉള്ളത്. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ തിരിച്ച് പോകാൻ നോക്കാം കേട്ടോ. ഇനി ഇവിടെ ഒരു ജംഗിൾ സഫാരി, ഒരു സൂവിൽ പോകാണ്ട് അവിടെ നിന്നൊരു ജംഗിൾ സഫാരി ഒക്കെ നടത്തണം. പിന്നെ അപ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം ആവും. പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം പോയിട്ട് പല്ലവീൻ്റെ മോളെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതിന് പോകാണ്ട്. അപ്പോൾ അത്യാവശ്യം എന്തായാലും വേഗം വീട്ടിലെത്തേണ്ടതിനെ കൊണ്ട് ഞങ്ങൾ വേഗത്തിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അധികം കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹെലികോപ്റ്റർ സർവീസൊക്കെ ഉണ്ട്, അതൊന്നും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ബോട്ട് സർവീസ് ഉണ്ട്, അതിന് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഞങ്ങൾ താഴോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ താഴേക്ക് ഫുള്ള് ഇങ്ങനെ ഓരോരോ ഇന്ത്യൻ്റെ ഓരോരോ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ സ്വരാജിൻ്റെ വിഷൻസ് അങ്ങനത്തൊക്കെയൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മെയിനായിട്ടും അറിയിച്ചാൽ ഒത്തിരി ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, കണക്കില്ല. എൻ്റെ ഫോണിൻ്റെ ഗാലറി മെമ്മറി ഫുള്ളായിട്ടുണ്ട്. അത്രയ്ക്കും ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും, പിന്നെ മോളതും. അങ്ങനെ ഇതൊക്കെ ഞാൻ കുറേ സമയം നോക്കി നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ. ഇതൊക്കെ കണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഓരോരുത്തർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ മദാമയും സായിപ്പുമാരും ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ട്.
പിന്നെയാണ് അറിയുന്നത് ഹേമേൻ്റെ ഹസ്ബൻഡിന് ഇന്നലെ ലീവായിരുന്നേ, ഇന്നലെ വീക്കിലി ഓഫ് അങ്ങനെ എന്തോ ആയിരുന്നേ. ഞങ്ങളെ കൂടെ വിളിച്ചുകൂടായിരുന്നു എന്ന് അവർ ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷേ ഞങ്ങളറിയില്ലായിരുന്നു അവർ വരും എന്നുള്ള കാര്യം. അവർ പറയുന്നത് എന്തായാലും ഇനി നമ്മളവിടെ അടുത്ത മാസവും കൂടെ അല്ലേ ഉണ്ടാവും, ഞങ്ങളെ കൂടെ വിളിച്ചുകൂടായിരുന്നു, നമുക്ക് ഒരുമിച്ച് പോയിക്കൂടായിരുന്നു, അവളും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷേ എങ്കിൽ ഞങ്ങൾ അറിയത്തില്ലായിരുന്നു അവർ വരും എന്നുള്ള കാര്യം. ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ വന്നു. പിന്നെ ഏട്ടൻ്റെ കൂടെ ആദ്യം ഒരാൾ വർക്ക് ചെയ്തിട്ടുള്ളൊരു മലയാളി ഉണ്ടേനെ, അവരിപ്പം ഇവിടെയാണുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് ഇങ്ങ് പോരി, ഞാൻ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നും നോക്കിയില്ല. പിന്നെ നമ്മൾ കുറേ ദിവസം മുമ്പേ കണക്കാക്കി വെച്ചാൽ നമ്മൾ വരുത്തേണ്ടാവില്ല. ഇത് ഞങ്ങൾ ജസ്റ്റ് ഒരു 3-4 ദിവസം മുമ്പ് പോകണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടും എസ്കലേറ്റർ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ നമുക്ക് റിവർ ശരിക്കും കാണാം. റിവറിൻ്റെ അകത്ത് മുതലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറിയത് കേട്ടോ. നല്ല വെയിലാണ്. നമുക്ക് കണ്ണടി ഒരു ക്യാപ്പൊന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് ക്ഷീണിച്ച് പോയിട്ട്. ഏട്ടൻ അത്യാവശ്യം നല്ലോണം ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഭക്ഷണം എന്ന് പറയാൻ കുറച്ചങ്ങോട്ട് പോകണം കേട്ടോ. മര്യാദയ്ക്കുള്ളൊരു ഭക്ഷണം, ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്നവരയച്ചാൽ കുഴപ്പമില്ല. അല്ലാത്ത ഒരാളാണെങ്കിൽ ഫുഡിൻ്റെ കാര്യം കുറച്ച് കഷ്ടമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇതും കൂടെ കണ്ട് താഴോട്ട് പോവുകയാണേ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ചൊരു സൈഡിലായിട്ട് പഞ്ചാബി താലി എന്നിട്ടാണല്ലേ പറയുക അവിടുത്തെ ചോറിന്. പിന്നെ പഞ്ചാബിയും വേറെ ഏതോ സ്ഥലത്തൊരു ചോറും കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പഞ്ചാബത്തെ ഒരു ഇത് വാങ്ങിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പഞ്ചാബും പിന്നെ ഇതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പഞ്ചാബും ഗുജറാത്തും അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഭക്ഷണത്തിന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് മോരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഉപ്പിട്ടിട്ട് ഉള്ളൊരു ഗ്ലാസ് മോര്, നല്ല കട്ടിയുള്ളൊരു മോരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വെയിലില്ലെങ്കിൽ ഇവിടെ വന്നാൽ നല്ല പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല രസമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ നേരത്തെ വെഹിക്കിളിൽ വന്നപ്പം സൈഡിലൂടെ പോകുന്ന എസ്കലേറ്റർ ഇതാണ് കേട്ടോ. ഇതിലൂടെ നമുക്കൊക്കെ നിന്ന് കൊടുത്താൽ നമ്മൾ അങ്ങോട്ടങ്ങ് പോയിക്കോളൂ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയ ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ. ഇതാണ് പഞ്ചാബിലെ ചോറ്. ഒരു ജീരകമൊക്കെ ഇട്ടിട്ടുള്ളൊരു ചോറുണ്ട്, പപ്പടം ഉണ്ട്, പിന്നെ കുറച്ച് ക്യാരറ്റ്, ഉള്ളി, പിന്നെ 3-4 റൊട്ടി, പിന്നെ ഒരു കടലക്കറി, പനീർ, പിന്നെ ഒരു ദാല് കറി. രണ്ടിന് ഒരാളുടെ ചോറിന് 300 രൂപയാണ് കേട്ടോ. പിന്നെ എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ പൈസ കൊടുക്കണം. പിന്നെ ഞങ്ങളിതാ സൂവിലെത്തിയിട്ടുണ്ട്. സൂവിൻ്റെ പുറത്തുനിന്ന് ഫോട്ടോ എടുത്തിരുന്ന ഒരാളുണ്ടായിരുന്നേ. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് ആദ്യം തന്നെ ഇവിടുന്ന് ഒരാൾക്ക് ടിക്കറ്റിന് 200 രൂപയാണ് കേട്ടോ. വലിയവർക്ക്, കുഞ്ഞുങ്ങൾക്ക് 100 രൂപ ഇട്ടാണ്. പിന്നെ 13 വയസ്സ് തൊട്ടിട്ടുള്ള കുട്ടിക്ക് മതി, ബാക്കി അത്രയും. പിന്നെ 1 തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഫസ്റ്റ് ഞങ്ങൾ കണ്ടത് കാട്ടുപൂച്ചനാണ്. പിന്നെ ഒരു സിംഹത്തിനെ കണ്ട്. പിന്നെ പോയി കണ്ടത് പിന്നെ ഒരു പുലിയോ അങ്ങനെ എന്തോ സംഭവം കണ്ട്. അങ്ങനെ കുറച്ച് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് നടന്ന് പോയിട്ടോ. ഇത്രയും സംഭവത്തിനെ കണ്ടാലാണ് നമുക്കൊരു വണ്ടീനകത്ത് കയറിയിട്ട് കുറച്ച് മുകളിലോട്ട് പോയിട്ട് ജംഗിൾ സഫാരി എന്ന് പറയും. ഞാൻ ജംഗിൾ സഫാരി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേറെ എന്തൊക്കെയോ ഉദ്ദേശിച്ചു പോയി. അങ്ങനെ നല്ല കാട്ടിലൂടെയൊക്കെ പോകുന്നൊക്കെ. പിന്നെ ഈ ഒരു വണ്ടി കണ്ടപ്പം തന്നെ അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ചില്ലും കാര്യങ്ങൾ തുറന്നിട്ടിട്ടുള്ളൊരു ഓപ്പണായിട്ടുള്ളൊരു വണ്ടി. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടാവുന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒന്നും അല്ലാന്ന്. അങ്ങനെ ഒരു കറുത്ത പുലിയും ഒരു അല്ലാത്ത പുലിയും ഉണ്ട് കേട്ടോ. അങ്ങനെ അവൾ കുറേ സമയത്തിന് ഇത് ഫുള്ള് ഇങ്ങനെ ഫോണിലൊക്കെയല്ലേ കണ്ടത്. നേരിട്ട് കണ്ടപ്പം അവൾക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ വലിയൊരു സിംഹം ഉണ്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നത്. എല്ലാവരും ഉറക്കവും ക്ഷീണമൊക്കെ. ഇതിനെ കണ്ടിട്ടില്ല, ഞാൻ ആദ്യം വിചാരിച്ചു സ്റ്റാച്ചു വന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പം ഒരു ഏജ് ആയിട്ടുള്ളൊരു അമ്മയും അച്ഛനും ഉണ്ടായിരുന്നേ. അവർ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇതെന്ത് ഫോട്ടോ എടുക്കാൻ, അത് സ്റ്റാച്ചു ആണ്. അയ്യോ അത് സ്റ്റാച്ചു അല്ല, അത് ശരിക്കുള്ളത്, അത് അരങ്ങാണ്ടിരിക്കുന്നത് പറഞ്ഞ ഏട്ടൻ കുറേ ആടെടുത്ത് അത് കേട്ടിട്ട് ചിരിച്ച്. ഇതാണ് കേട്ടോ ഞങ്ങൾ ജംഗിൾ സഫാരി നടക്കാൻ കയറിയിട്ടുള്ള ആ ഒരു വണ്ടി. ഞങ്ങൾ ഏറ്റവും ബാക്കിൽ ഇരുന്ന് കേട്ടോ. ബാക്കിൽ ഇരുന്നാൽ നമുക്ക് ഫുള്ളും നല്ലോണം കാണാം. അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും രണ്ടും സൈഡിലുമായിട്ട് കാണാനുണ്ട് കേട്ടോ. ഒരു സൈഡിൽ മാനുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കണ്ട്, ഇത് നമ്മുടെ കണ്ടാമൃഗം തന്നെയാണെന്ന് തോന്നുന്നു, അങ്ങനെയല്ലേ പറയാൻ എനിക്കറിയില്ല. അങ്ങനെ അതിനെ കണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ വിചാരിച്ച് പശുവിനൊക്കെ എന്താ ഇവിടെ കൊണ്ട് തിരിയിട്ട് പൊട്ടത്തി, അത് പശു അല്ല കാട്ടുപോത്താണ്.
ഏട്ടനോട് പറയായിട്ട് പശുവിനെയൊക്കെ ഇവിടെ കൊണ്ട് ചെന്തിനെ കെട്ടിയിട്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ പശുവല്ല അത് കാട്ടുപോത്താണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് പക്ഷികളൊക്കെ ഉള്ള സ്ഥലത്താണ് കേട്ടോ. അവിയറിലേക്ക് ഇന്ത്യൻ അവിയറി എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പക്ഷികളൊക്കെ കണ്ട് അത് ഫുള്ള് കവറായിട്ടുള്ളത്. ഇതിന് പുറത്തേക്ക് അതിട്ടിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം മയിലുണ്ട്, തത്തയുണ്ട്, പിന്നെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഓന്ത് പോലത്തെ സാധനത്തിനൊക്കെ കാണാൻ പോയി. പിന്നെ പാമ്പൊക്കെ ഉണ്ടായിരുന്നു, അത് കണ്ട്. പിന്നെ സീബ്രയുണ്ട്, ജിറാഫ് ഉണ്ട്, അങ്ങനത്തെ സകല സാധനത്തിനെയും കണ്ട് ഞങ്ങൾ നേരെ അങ്ങ് കയറി. പോകുമ്പം KSRTC ബസ്, AC ബസ്, KSRTC ബസ്സാണ് തോന്നുന്നത്. AC ബസ്, KSRTC അല്ല, AC ബസ്. അതിൽ കയറിയിട്ട് ഞങ്ങൾ നേരിട്ട് വഡോദരയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 4:30ക്കാണ് തിരിച്ച് ഞങ്ങൾ ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. 4:30ക്ക് കയറി. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അവർ വന്നിട്ടുണ്ടായിരുന്നു. അവരോടത്ത് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വണ്ടി കയറി കേട്ടോ. ബസ് കയറി. ബസ്സിന് വൈകുന്നേരം ആയതിനെക്കൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതിനെക്കൊണ്ട് ഞങ്ങൾ 7 മണിയായിട്ടുണ്ട് വീട്ടിൽ. 4:30ക്ക് കയറിയിട്ട് 7 മണിയായിട്ടുണ്ട് വഡോദര എത്തുമ്പോൾ. വഡോദര എത്തിയപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ ബൈക്ക് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബൈക്ക് കൊടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ട് അവിടുന്ന് മേലൊക്കെ കഴുകി പിന്നെ ബർത്ത്ഡേക്ക് പോവാണ്ട്. ബർത്ത്ഡേക്ക് ഗിന്നിക്കൊരു ഗിഫ്റ്റും വാങ്ങിച്ച് നേരെ ബർത്ത്ഡേക്ക് പോയി. പിന്നെ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നു. അച്ചുവിന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഓട്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ജ്യൂസ് പിന്നെ അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങൾ, ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയത് ഇവിടത്തേക്ക് ബർത്ത്ഡേൻ്റെ. അപ്പോൾ അവർ ഞങ്ങളെ കാത്തോ നിൽക്കുന്നു. എത്രയോ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഹെമയും അതേപോലെ തന്നെ സൗന്ദര്യയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് പുറത്തുനിന്നായിരുന്നു കേട്ടോ. ബർത്ത്ഡേ അവർ എല്ലാ വെഡിങ് ആനിവേഴ്സറി ആയാലും അതേപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേ ആയാലും ഒക്കെ വെളിയിൽ നിന്നൊരു സ്ഥിരമായിട്ട് ഞങ്ങൾ പോകുന്നൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ടാണ് നടത്തുക. അവിടെ അത്യാവശ്യം കുറേ പേർക്ക് ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട്. പിന്നെ ഭക്ഷണം സൂപ്പറെന്ന് പറയാം കേട്ടോ. അവിടുത്തെ ഭക്ഷണം മഷ്റൂമിൻ്റെ ഒരു കറിയുണ്ട്, പനീറിൻ്റെ ഒരു കറിയുണ്ട്. അയ്യോ എനിക്കിപ്പോഴും വായിൽ വെള്ളം വരുന്നത്, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ആദ്യമല്ലേ ഫസ്റ്റ് തന്നെ ഏട്ടൻ്റെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഭക്ഷണമൊന്നും ഇഷ്ടേ അല്ല അതിന്. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മഷ്റൂമിൻ്റെ കറിയൊക്കെ ഇല്ല, എന്ത് രസമായിരിക്കും അറിയാം. മഷ്റൂമിൻ്റെ കറിയും പിന്നെ ഒരു പറാത്ത, അയ്യോ അതും മഷ്റൂമിൻ്റെ കറിയും ഒന്നും പറയാനില്ല, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോഴേ എനിക്ക് വായിൽ വെള്ളം വരുന്നത്. അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഇവിടുന്ന് കുറച്ച് സമയം നടക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെ, ഈ ഒരു പക്ഷീൻ്റെ സംഭവത്തിൻ്റെ ഉള്ളിലൂടെ കുറച്ച് നടക്കാനുണ്ട്. പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ഒരു വണ്ടിയിൽ തന്നെ കയറിയിട്ട് താഴോട്ട് പോയി. അവിടെ നിന്നാണ് ഞങ്ങൾ പാമ്പിനെയും ഒന്നിനെയും അങ്ങനത്തെ സംഭവത്തിനൊക്കെ കണ്ടത്. പിന്നെ കഴിഞ്ഞതെന്ന് വിചാരിച്ചപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഉണ്ടാവുന്നത് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ജിറാഫും സീബ്രയുണ്ട് മുകളിൽ, അതിനൊക്കെ പോയിട്ട് കണ്ടോ. അതിനെ പഠിപ്പിച്ച് വണ്ടി ഉണ്ടോ, പക്ഷേ അങ്ങോട്ടേക്കൊന്നും വണ്ടിയൊന്നും ഇല്ല, നിങ്ങൾ നടന്നിട്ട് തന്നെ പോയിട്ട് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല വെള്ളം പടന്നു എന്നത് നോക്കിയാ മാന്നെ അപ്പുറം വൈറ്റ് കളറ്.
Sao? मैंने किसी ने खाना पापा हूँ चाबी जिराफ ഏട്ടാ എന്തൊക്കെയാ അഭിപ്രായം പറ നടന്നോ ഇനി എവിടെ പോവാ ഇനി എവിടെ പോവാ പിന്നെ ഞങ്ങൾ ബാക്കി വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫോണിൽ ചാർജും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു. ബസ്സിൽ കയറിയത് ഓർമ്മയുണ്ട്. പിന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഉറങ്ങി വടവതിൽ എത്താനായപ്പോഴാണ് ഞങ്ങൾ എണീറ്റത്. പിന്നെ നേരെ കുളിച്ച് ഇങ്ങോട്ടേക്ക് വരാണ്ടായത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അതേപോലെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. ടാറ്റാ ബൈ സീ യു. ഏട്ടാ ऊपर बैठेगा ऊपर बैठेगा ഇവിടെ കയറിയിരിക്കോ